മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അത്യന്തം വേദനിപ്പിക്കുന്ന വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. തിരുവനായുടെ കടിയേറ്റ് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു എന്ന വാർത്ത അല്പസമയം മുൻപാണ് പുറത്തുവന്നത്. കൊല്ലം കുന്നിക്കോട് സ്വദേശിയായ പെൺകുട്ടി 3 ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു. അവസാന ഡോസ് വാക്സിൻ എടുക്കുന്നതിന് മുൻപാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് 3 കുട്ടികളാണ് മരിച്ചത്. വിവരങ്ങളുമായി സുജിത് സുരേന്ദ്രൻ ചേരുകയാണ് കൊട്ടാരക്കരയിൽ നിന്നും. സുജിത്ത്, ഇപ്പോൾ പെൺകുട്ടി കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് പെൺകുട്ടിക്ക് നായയുടെ കടിയേറ്റുന്നത്. പിന്നീട് ചികിത്സ തേടി വാക്സിനൊക്കെ എടുത്തു. പക്ഷേ പിന്നീട് എന്തെങ്കിലും ഗുരുതരമാവുകയായിരുന്നു. പേവിഷബാധയാണെന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. SAT ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സകളൊന്നും ഫലപ്രദമാകുന്നില്ല. ഇപ്പോൾ എന്താണ് ആശുപത്രി അധികൃതരും ഒപ്പം കുടുംബവും ഒക്കെ പറയുന്നത് സംബന്ധിച്ച്? പ്രജിൻ, കുട്ടിക്ക് വാക്സിനുകളെല്ലാം തന്നെ കൃത്യസമയത്ത് തന്നെ നൽകി എന്നുള്ളതാണ്. അവസാനം നൽകേണ്ട ലാസ്റ്റ് ഡോസാണ് എടുക്കേണ്ടിയിരുന്നത്. അതിന് തൊട്ടു മുൻപാണ് കുട്ടിക്ക് പനി ബാധിച്ചത്. അതിനുശേഷമാണ് കുട്ടിയെ SAT ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് കുട്ടിയുടെ നില ഗുരുതരമാവുകയും ചെയ്തത്. ഏതായാലും വീട്ടുകാർ പറയുന്നതനുസരിച്ച് കുട്ടിക്ക് കിട്ടേണ്ട വാക്സിനുകളും അതുപോലെ തന്നെ ലഭ്യമാക്കേണ്ട ചികിത്സകളും ഒക്കെ തന്നെ കൃത്യമായി ലഭിച്ചു എന്നുള്ളതാണ്. കുന്നിക്കോട്ടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും അതുപോലെ തന്നെ SAT ആശുപത്രിയിലും ഒക്കെ തന്നെ ചികിത്സ കൃത്യമായി വേഗം ലഭിച്ചു എന്ന് തന്നെയാണ് വീട്ടുകാർ പറയുന്നത്. പക്ഷേ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ മാത്രമാണ് കുട്ടിക്ക് ലഭ്യമാക്കിയ ഇഞ്ചക്ഷനിൽ പാകപ്പിഴകൾ ഉണ്ടായി എന്നുള്ള കാര്യം വീട്ടുകാർ, കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹമുള്ളത് തിരുവനന്തപുരം SAT ആശുപത്രിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കുട്ടിയുടെ നില കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വളരെ മിടുക്കിയായ കുട്ടിയായിരുന്നു നിയ എന്നുള്ളതാണ് വീട്ടുകാരും അതുപോലെ തന്നെ സഹപാഠികളും ഒക്കെ തന്നെ പറയുന്നത്. ഇന്നലെ മുതൽ തന്നെ നിരവധി ആളുകൾ കുട്ടിയുടെ വീട്ടിലേക്ക് അധ്യാപകരടക്കം ഇവിടെ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ നമ്മൾ അധ്യാപകരോടൊക്കെ സംസാരിച്ചു. വളരെ മിടുക്കിയാണ്, എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ടുള്ള കുട്ടിയായിരുന്നു. ഈ മുറിവ് ഉണ്ടായപ്പോൾ തന്നെ അവൾ മറ്റു കുട്ടികളെ പോലെ ആയിരുന്നില്ല. ആ മുറിവ് ഉണങ്ങി വരുന്ന ആ സാഹചര്യത്തിലൊക്കെ തന്നെ സ്കൂളിൽ സമ്മർ ക്യാമ്പൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ ആ ക്യാമ്പിൽ പങ്കെടുക്കണമെന്നൊക്കെയുള്ള വലിയ ആഗ്രഹം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ സ്കൂളിലെ അധ്യാപകരോടൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ഈ കുട്ടിയെ ക്യാമ്പിലേക്ക് വീട്ടുകാർ അയച്ചതും. ആ സമയത്ത് മുറിവൊക്കെ തന്നെ ഉണങ്ങിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്കൂളിലേക്ക് വിട്ടതെന്നുള്ളതാണ് ബന്ധുക്കളൊക്കെ തന്നെ പറയുന്നത്. ഒപ്പം തന്നെ പള്ളിയിലെ മദ്രസ ക്ലാസ്സിലും ഒക്കെ തന്നെ കുട്ടി പോകുന്നുണ്ടായിരുന്നു. ഈ കുട്ടിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ തന്നെ കൃത്യമായി വാക്സിനേഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 28 പേർക്കാണ് ഈ കുട്ടിയുമായി സമ്പർക്കത്തിലേർപ്പെട്ട 28 പേർക്ക് ഇതിനോടകം തന്നെ വാക്സിൻ ലഭ്യമാക്കുകയും പ്രതിരോധ കുത്തിവയ്പ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും എടുക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് എത്തണമെന്നുള്ള കാര്യം കൃത്യമായി ആശുപത്രി അധികൃതർ ആരോഗ്യ പ്രവർത്തകരൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ നിരവധി ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ പഞ്ചായത്ത് അധികൃതർ അടക്കം ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹമുള്ളത് തിരുവനന്തപുരം SAT ആശുപത്രിയിലാണ്. ആശുപത്രി നടപടികളൊക്കെ പൂർത്തിയാക്കി ഇവിടേക്ക് ഈ വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പഞ്ചായത്തിൽ ഈ തെരുവുനായ്ക്കളുടെ ശല്യം, പ്രത്യേകിച്ചും ഈ ആക്രമണ സ്വഭാവമുള്ള നായ്ക്കളുടെ ശല്യമൊക്കെ ഉണ്ട് എന്ന് അവിടുത്തെ പഞ്ചായത്ത് അധികൃതർ തന്നെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഇതിപ്പോൾ ഈ കുട്ടിയെ കടിച്ച നായ തന്നെ അവിടുത്തെ പലരെയും ആക്രമിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ചില മറ്റ് വളർത്തുമൃഗങ്ങൾക്കും, പൂച്ച ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങൾക്കൊക്കെ ഏറ്റിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഒരു മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് അവിടുത്തെ പഞ്ചായത്ത് അധികാരികൾ ഇതിനോടകം കടന്നിട്ടുണ്ടോ? ഒപ്പം മറ്റ് മാർഗനിർദ്ദേശങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ടോ? തീർച്ചയായും പ്രജിൻ, നമ്മൾ ഈ കുട്ടിക്ക് ഇത്തരത്തിൽ കുട്ടിയുടെ നില ഗുരുതരമായതിന് തൊട്ടു പിന്നാലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടേക്ക് എത്തിയപ്പോൾ മുതൽ നമുക്ക് കാണാൻ സാധിച്ചത് പലയിടങ്ങളിൽ ഈ കുട്ടിയുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ഒക്കെ തന്നെ നിരവധി നായ്ക്കളാണ് ഉള്ളത്. പലതും വളരെ അക്രമ സ്വഭാവമുള്ള നായ്ക്കളാണ്. ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത് ഈ കുട്ടിക്ക് നായയുടെ കടിയേറ്റ ആ നിർമ്മാണം പുരോഗമിക്കുന്ന വീടിൻ്റെ അടുക്കളയിൽ നായ പെറ്റുകിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ പരിസരത്തേക്ക് നിരവധി കുട്ടികളുള്ള പ്രദേശമൊക്കെ ഇവിടെ. ഈ കുട്ടിക്ക് കടിയേറ്റ ആ തൊട്ടു വീടിനോട് ചേർന്നുള്ള ആ വീട്ടിലൊക്കെ തന്നെ നിരവധി കുട്ടികളുണ്ട്. ആ കുട്ടികളെയൊക്കെ പുറത്തിറക്കാൻ വീട്ടുകാർ ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ ഇന്നലെ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ടുകൊണ്ട് ഈ നായ്ക്കളെയൊക്കെ തന്നെ ഇവിടെ നിന്നും മാറ്റാനുള്ളൊരു ശ്രമം നടത്തി. അതിൽ അക്രമാസക്തനായ ഒരു നായയെ മാത്രമാണ് മാറ്റാൻ സാധിച്ചത്. ഈ പ്രദേശത്ത് ഈ ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ പലയിടത്തുണ്ട്. അവിടെയൊക്കെ തന്നെ ഈ അറവു മാലിന്യങ്ങൾ പലയിടങ്ങളിലായി കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. മാത്രമല്ല ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ
തന്നെ പുനലൂർ ഈ വിളക്കുടി പഞ്ചായത്തിൽ ആറിടത്താണ് ഈ അറവുശാലകളുള്ളത്. അത് കൂടാതെ അത് അംഗീകൃതമായ അറവുശാലകൾ, എന്നാൽ അനധികൃതമായി നിരവധി അറവുശാലകളുണ്ട്. ഇവിടെ നിന്നുള്ള ഈ അറവ് മാലിന്യങ്ങളാണ് ഈ പല പ്രദേശങ്ങളിലേക്കും കൊണ്ടിടുന്നത്. അത് കഴിക്കുന്നതിന് ഭക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ തെരുവ് നായ്ക്കൾ എത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ആ നായ്ക്കൾ പെറ്റുപെരുകയാണ് ഇത്ര വലിയ രീതിയിലേക്ക് മാറുകയും ചെയ്തിട്ടുള്ളത്. നമ്മൾക്ക് ഈ വഴി കടന്നു പോരാൻ കഴിയാത്ത സാഹചര്യത്തിൽ രാത്രികാലങ്ങളിലൊക്കെ ഇവിടെ സഞ്ചരിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള നായ്ക്കളുടെ ഒരു ശരി സുജിത്, എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് എന്തായാലും വിളക്കുടിയിൽ നിന്നും ആവശ്യമുണ്ട്. കാരണം ഇത് ഇത്തരം വലിയൊരു ആശങ്കയൊക്കെ ആ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വാക്സിൻ എടുത്തിട്ടും ഈ രീതിയിൽ പേവിഷബാധയേൽക്കുന്നു. ഇപ്പോൾ ആ കുട്ടി മരിച്ച വാർത്തയൊക്കെ വരുന്നു. സ്വാഭാവികമാണ് അവിടെയുള്ള ആൾക്കാർക്ക് ഒരു ആശങ്ക ഉണ്ടാവുക. അപ്പോൾ ആ നായ്ക്കളെ, പ്രത്യേകിച്ചും ഈ ആക്രമിച്ച നായ്ക്കളെ, ഒപ്പം മറ്റ് ആക്രമണ സ്വഭാവമുള്ള തെരുവ് നായ്ക്കളെയൊക്കെ അവിടുന്ന് മാറ്റേണ്ടതുണ്ട് എന്നൊക്കെയുള്ള ആവശ്യം നാട്ടുകാർ ഇതിനോടൊക്കെ ഉന്നയിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇനി എന്താണ് അവർ പറയുന്നത്, ഒപ്പം പഞ്ചായത്ത് അധികാരികൾ എന്ത് പറയുന്നു ഈ വിഷയത്തിൽ എന്നൊക്കെയുള്ളത് പ്രധാനവുമാണ്. നമുക്കൊന്ന് തിരുവനന്തപുരത്തേക്ക് പോകാം. SAT ആശുപത്രിക്ക് മുന്നിൽ നിന്നും അശ്വിൻ പാലാടി കൂടി ചേരുന്നു. അശ്വിൻ, SAT ആശുപത്രിയിലെ വെന്റിലേറ്ററിലായിരുന്നു പെൺകുട്ടി ഉണ്ടായത്, ചികിത്സയിൽ 7 വയസ്സുകാരി. ഇപ്പോൾ ഈ മരണവാർത്ത എത്തുന്നത് ഏതാണ്ട് ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ്. അപ്പോൾ ആശുപത്രി അധികൃതർ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? കാരണം പേവിഷബാധയാണ്, മറ്റ് ചികിത്സകളില്ല, പ്രതിരോധ വാക്സിൻ മാത്രമാണുള്ളത്. ആ വാക്സിൻ പലപ്പോഴും ഫലപ്രദമല്ലാതെ പോകുന്നു. അതിന് ചില കാരണങ്ങളുണ്ട്, ചില സാഹചര്യങ്ങളുണ്ട് എന്ന് ആരോഗ്യ വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. ഈ കുട്ടിക്ക് കടിയേറ്റത് കൈക്കാണ്. ഈ അരയ്ക്ക് മുകളിലോട്ടുള്ള നാഡീവ്യൂഹം കൂടുതലായുള്ള ശരീരഭാഗങ്ങളിൽ കടിയേൽക്കുമ്പോഴാണ് ഇത് വലിയ മാരകമായി മാറുന്നത്, അല്ലെങ്കിൽ അത് കുറച്ച് ആശങ്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത്. ആ സമയത്തൊക്കെ കൃത്യമായി വാക്സിൻ എടുക്കേണ്ടതുണ്ട് എന്ന് അധികാരികൾ തന്നെ പറയുന്നുണ്ട്. അവിടെയാണ് കുടുംബത്തിൻ്റെ ആരോപണവും പ്രസക്തമാകുന്നത്. വാക്സിൻ കൃത്യമായ രീതിയിലല്ല എടുത്തത് എന്ന ആരോപണം കൂടി പ്രസക്തമാകുന്നത്. SATയിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് അശ്വിൻ? പ്രജിൻ, നമ്മൾ ഇന്നലെ ഈ ഡോക്ടറുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ വാക്സിൻ കൃത്യമായി തന്നെ എടുത്താൽ പോലും ഇത് ഈ ഞരമ്പുകളിലാണ് ഈ കടിയേൽക്കുന്നതെങ്കിൽ അത് വലിയ ആശങ്കാജനകമായ സാഹചര്യത്തിലേക്ക് ഈ കുട്ടിയെന്നല്ല ആരായാലും അതിൻ്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമാകുന്ന സാഹചര്യത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. ഈ കുട്ടിയുടെ കടിയേൽക്കുന്ന ഭാഗം കൈമുട്ടിന് മുകളിലാണ്. അവിടെ ആഴത്തിൽ നായയുടെ ഒരു പല്ല് ആഴത്തിലിറങ്ങുന്ന രീതിയിലാണ് ഈ കടിയേറ്റത്. അതുകൊണ്ട് തന്നെ അത് വളരെ ഗുരുതര സ്വഭാവത്തിലായിരുന്നു. ആദ്യം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് ആരോഗ്യാവസ്ഥ ഗുരുതരമായതിനെ തുടർന്നാണ് ഈ SAT ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ നീണ്ടനാൾ ചികിത്സയിൽ കഴിഞ്ഞു. ഇന്നലെയൊക്കെ നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ 90% വെന്റിലേറ്റർ സപ്പോർട്ടോടുകൂടി ആ കുട്ടി അതിജീവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വളരെ സങ്കീർണമായ ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് പോയിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ കുട്ടിയുടെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് ബന്ധുക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രിയിൽ നടപടിക്രമങ്ങളൊക്കെ അധികം വൈകാതെ തന്നെ ഏകദേശം 7 മണിയോടുകൂടി തന്നെ പൂർത്തിയാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ ഈ വാക്സിനുമായി ബന്ധപ്പെട്ട ആശങ്ക അല്ലെങ്കിൽ അത് മന്ത്രി പ്രശ്നങ്ങളെല്ലാം ഈ കുടുംബം ആദ്യം തന്നെ ഉന്നയിച്ചതുമാണ്. എന്താണ് ഇത്തരത്തിൽ വാക്സിൻ എടുത്തിട്ടും ഇങ്ങനെ ഗുരുതരമാകാനും ഇപ്പോൾ അതൊരു മരണത്തിലേക്ക് പോകാനുമൊക്കെ ഒരു സാഹചര്യം ഒരുക്കിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി വരുന്ന ചോദ്യം. സ്വാഭാവികമായി ഒരു നായ കടിച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി എന്ന് പറയുന്നത് ഈ പ്രതിരോധ വാക്സിൻ എടുക്കുക, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട റാബീസ് വാക്സിൻ അടക്കമുള്ള കാര്യങ്ങൾ എടുക്കുക, സിറം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. അതൊക്കെ ചെയ്തിട്ടും ഇങ്ങനെ നിരന്തരമായി തുടർ മരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിലവിൽ ഏറ്റവും ആശങ്ക പടർത്തുന്ന കാര്യം. ഈ 1 മാസത്തിനിടെ ഉണ്ടാകുന്ന 3ാമത്തെ മരണമാണ് പേവിഷബാധയേറ്റ് എന്നുള്ളതാണ് ഏറെ ആശങ്കാജനകം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് വാക്സിൻ അതിൻ്റെ പ്രതിരോധ ശേഷി അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ പഠനങ്ങളൊക്കെ ഈ സംഭവത്തിന് പിന്നാലെ നടക്കുന്നുണ്ട്. അതിൻ്റെ വിദഗ്ധ സംഘമൊക്കെ ഇതിൻ്റെ മറ്റ് ഗുണങ്ങളെക്കുറിച്ചൊക്കെ പരിശോധിക്കുന്നുമുണ്ട്. എന്തായാലും ആ കുട്ടിയുടെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്ന് ഇറക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രജി, അശ്വിൻ പാലാഴിയാണ് SAT ആശുപത്രിക്ക് മുന്നിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊന്നുകൂടി സുജിത് സുരേന്ദ്രനിലേക്ക് പോകണം. സുജിത്ത്, ഇതിപ്പോൾ നേരത്തെ അശ്വിൻ പറഞ്ഞത് തന്നെയാണ്, ഈ ആരോഗ്യ വിദഗ്ധരെല്ലാം തന്നെ പറയുന്നത് ഈ വാക്സിൻ കൃത്യമായി എടുത്തതുകൊണ്ടും വേണമെങ്കിൽ ഒരുപക്ഷെ പേവിഷബാധ ഉണ്ടാകാം. കാരണം അത് കടിയേൽക്കുന്ന ഭാഗം അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നു. അരയ്ക്ക് മുകളിലോട്ട് എവിടെയാണെങ്കിലും അത് മാരകമായി മാറാം എന്ന് പറയുന്നു. ആഴത്തിലുള്ള മുറിവാണ് നിയ ഫൈസൽ എന്ന് പറയുന്ന ഈ 7 വയസ്സുകാരിക്കുണ്ടായത്. അതും കയ്യിലാണ്, ഈ കൈത്തണ്ട എന്ന് പറയുന്ന ഭാഗത്താണ്, മസിലിനോട് ചേർന്ന ഭാഗത്താണ് കടിയേൽക്കുന്നതെന്ന് പറയുന്നു. അവിടെ ആഴത്തിൽ മുറിവുണ്ടായി എന്ന് കുടുംബാംഗങ്ങൾ തന്നെ പറയുന്നുമുണ്ട്. അപ്പോൾ അതിൽ ആദ്യം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പോകുന്നു, വാക്സിൻ എടുക്കുന്നു, പിന്നീട് പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്നു. അവിടെയാണ് ഈ മുറിവിന് ചുറ്റുമുള്ള വാക്സിൻ എടുക്കേണ്ടത്. അവിടെ വെച്ചാണ് ഈ ഒരു വീഴ്ച ഉണ്ടായി എന്നൊക്കെ അത് നേരിട്ട് കണ്ടയാൾ, കുട്ടിയുടെ കൂടി ഈ വാക്സിനേഷൻ റൂമിലേക്ക് പോയ ആൾ തന്നെ പറയുന്നത് കൃത്യമായി മരുന്ന് അവിടെ വീണില്ല എന്ന് അവർ പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതിലൊക്കെ ഇനി ഒരു അന്വേഷണം ഉണ്ടാവണം, അല്ലെങ്കിൽ ഉണ്ടാവുമായിരിക്കും. കാരണം ആ ആരോപണം വളരെ ശക്തമായി തന്നെ കുടുംബം ഉന്നയിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് കേരളത്തിൽ നൽകപ്പെടുന്ന ഈ പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ അത് മികച്ചതാണ് എന്ന് ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. വാക്സിൻ മികച്ചതാണ്, പക്ഷേ അത് കൃത്യസമയത്ത് യഥാർത്ഥ രീതിയിൽ തന്നെ നൽകേണ്ടതുണ്ട് എന്നത് പ്രധാനവുമാണ്.
സുജിത്ത്, നമുക്കറിയേണ്ടത് നേരത്തെ പറഞ്ഞതാണ്. അതായത് ഈ വിളക്കുടി പഞ്ചായത്തിൽ ഒരുപാട് തെരുവ് നായ്ക്കളുണ്ട്. അവ പെറ്റുപിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടുന്ന് അവിടെ ഈ ABC പോലുള്ള പദ്ധതികളൊന്നും അവിടെ കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുമുണ്ട്. ഇതിപ്പോൾ ഇനി അറിയേണ്ടത് ഈ പെൺകുട്ടിയെ കടിച്ച നായ മറ്റുള്ള ആൾക്കാരെ ആക്രമിച്ചിട്ടുണ്ടോ? അവരുടെയൊക്കെ സ്ഥിതി സാഹചര്യങ്ങളൊക്കെ എന്താണ്? മറ്റു വളർത്തുമൃഗങ്ങൾക്ക് കടിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ നമ്മൾ ആ പൂച്ചയുടെ ദൃശ്യങ്ങളടക്കം കണ്ടതാണ്. ഇതേ നായയുടെ കടിയേറ്റ പൂച്ച അസ്വാഭാവികത പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ അതിലെങ്ങനെയാണ് ആരോഗ്യ വിദഗ്ധരും പഞ്ചായത്ത് അധികാരികളും ഇനി ഇടപെടാൻ പോകുന്നത്? പ്രജിൻ, ഈ കുട്ടി ഇവിടെ പേവിഷബാധയേറ്റു മരിക്കുന്ന ആദ്യത്തെ കുട്ടിയല്ല എന്ന് ആദ്യം തന്നെ നമുക്ക് പറയാം. കാരണം ഈ ഒരു വർഷത്തിനിടെ ഇത് രണ്ടാമത്തെ സംഭവം, നമുക്കറിയാവുന്ന രണ്ടാമത്തെ സംഭവമാണ്. ഇന്നലെ രാത്രിയിൽ നമ്മൾ ഒരു സമീപത്തുള്ള ഒരു വീട്ടിലെത്തി. ഈ വീട്ടിൽ നിന്നും ഒട്ടും അകലെയല്ലാതെയുള്ള ഒരു വീട്ടിലേക്കാണ് നമ്മൾ എത്തിയത്. അവിടെ ആ വീട്ടിലെ സാംകുട്ടി എന്ന് പറയുന്ന 47 വയസ്സുള്ള ആളെ ഇതുപോലെ തന്നെ പട്ടി കടിച്ച, തെരുവുനായ കടിച്ച അദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതും ഈ വിളക്കുടി പഞ്ചായത്തിൽ തന്നെയാണ്. ഒരു വർഷം പോലും ആകുന്നില്ല എന്നുള്ളതാണ് ആ സംഭവം നടന്നിട്ട്. അവിടെ ആ ആളെ പട്ടികടിച്ച് ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെ ട്രീറ്റ്മെൻറ്റുകൾ കൃത്യമായി ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ ട്രീറ്റ്മെൻറ്റുകൾ ലഭ്യമാക്കിയെങ്കിലും അത് ഒന്നും തന്നെ ഫലപ്രാപ്തിയിലെത്തിയില്ല. ആ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നിയ ഫൈസലിനും സമാനമായ അനുഭവം ഉണ്ടായത്. മാത്രമല്ല ഈ പ്രദേശത്തുള്ള പല ആളുകൾക്കും ഇത്തരത്തിൽ തെരുവുനായുടെ ആക്രമണം ഏറ്റിട്ടുണ്ട്. ഇവിടെ മാത്രം ഈ പ്രദേശത്ത് 802 പേരാണ് പ്രതിരോധ വാക്സിൻ, ഈ തെരുവുനായ കടിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിരോധ വാക്സിൻ എടുത്തിട്ടുള്ള 802 പേർക്കാണ് ഇതിൻ്റെ വാക്സിൻ എടുത്തിട്ടുള്ളതെന്നാണ് പഞ്ചായത്ത് അധികൃതർ നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ള വിവരം. ഈ ഇത്തരത്തിൽ തെരുവുനായ ആക്രമിച്ചതിന് പിന്നാലെ 28 പേർക്ക് വാക്സിൻ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു തെരുവുനായ ഈ പ്രദേശത്ത് പല ആളുകളെയും കടിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ നായ തന്നെയാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം നിരവധി തെരുവു നായ്ക്കളാണ് ഈ പ്രദേശത്തുള്ളത്. അതിൽ പലതും വളരെ അക്രമാസക്തരായ നായ്ക്കളുമാണ്. ഇവയൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആണ് ഈ ശ്രമങ്ങൾ ആരംഭിച്ചത്. പക്ഷേ ഈ നടപടികളൊക്കെ തന്നെ വളരെ വേഗത്തിലാക്കേണ്ടതായിരുന്നു, നേരത്തെ തന്നെ ആരംഭിക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. ഇത്തരത്തിൽ ആദ്യം വേണ്ടത് ഇത്തരത്തിൽ അറവു മാലിന്യങ്ങളൊക്കെ തന്നെ റോഡിൽ നിക്ഷേപിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം എന്നുള്ളതായിരുന്നു നാട്ടുകാർ ഉയർത്തുന്ന ഒരു പ്രധാന ആവശ്യം. ഇവിടെ ഈ പ്രദേശത്ത് പല ആളുകളും രാത്രിയിൽ ഉറക്കമിളച്ച് ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ പിടികൂടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ മാത്രമല്ല, ഈ വിളക്കുടി പഞ്ചായത്തിന്റെ പല മേഖലകളിലും ഇത്തരത്തിൽ തെരുവു നായ്ക്കൾ ഉള്ള ഒരു സാഹചര്യമുണ്ട്. രാത്രിയിൽ ഇതുവഴി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഒരാളുടെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം രാവിലെ ഒരു 8 മണിക്ക് പുറത്തിറങ്ങിയപ്പോഴാണ് നായയുടെ കടിയേറ്റത് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് പെൺകുട്ടിയെ നായ കടിക്കുന്നത്. അപ്പോൾ നായ കടിച്ച ഉടനെ തന്നെയുള്ള പ്രാഥമികമായ ചികിത്സകൾ അത് ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ഈ വീട്ടുകാർ പറയുന്നത്? കൃത്യമായ സമയത്ത് തന്നെ, കൃത്യമായ ദിവസങ്ങളിൽ തന്നെ ഈ വാക്സിൻ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരം വിവരങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആദ്യം ഈ കടി ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആ കടിയേറ്റ ഭാഗം അത് സോപ്പ് ഉപയോഗിച്ച് കഴുകണം എന്നൊക്കെയുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ഈ ഡോക്ടേഴ്സൊക്കെ എല്ലാവർക്കും നൽകുന്നതുമാണ്. അത് പൊതുസമൂഹത്തിനൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഈ ഒഴുകുന്ന വെള്ളത്തിൽ തന്നെ അത് സോപ്പ് ഉപയോഗിച്ച് കഴുകുക. പിന്നാലെ തന്നെ ആദ്യ വാക്സിൻ അന്ന് തന്നെ എടുക്കേണ്ടതുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ വൈറസ്, അല്ലെങ്കിൽ റാബീസ് ലിസ വൈറസ് എന്ന് പറയുന്ന ഏറ്റവും മാരകമായ വൈറസ് തലച്ചോറിലെത്തി പ്രവർത്തിക്കുന്നതിന് മുമ്പേ തന്നെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായും നമുക്കിതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ അതല്ലാതെ ഈ വാക്സിൻ്റെ ഫലപ്രാപ്തി വരുന്നതിന് മുമ്പേ തന്നെ ഈ വൈറസ് തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു ചികിത്സയ്ക്കും ആരെയും രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ പേവിഷബാധ അത് അത്രയും മാരകമായി മാറുന്നതും. എന്താണ് ഇവിടെ ഈ ഏപ്രിൽ 8-ാം തീയതി ഈ നായ കടിക്കുന്നു, എപ്പോഴാണ് ഈ ആദ്യ വാക്സിൻ എടുക്കുന്നത്? കൃത്യമായി അത്തരം ചട്ടങ്ങൾ, അല്ലെങ്കിൽ അത് എപ്പോഴാണോ എടുക്കേണ്ടത് അതൊക്കെ കൃത്യമായി പാലിച്ചിട്ട് തന്നെയാണോ മുന്നോട്ട് പോയത്? തീർച്ചയായും പ്രജിൻ, ഈ ബന്ധുക്കൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏപ്രിൽ 8-ന് കുട്ടിക്ക് നായയുടെ കടിയേൽക്കുന്നു. ആ സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന നിർമ്മാണ തൊഴിലാളികളൊക്കെ ചേർന്നുകൊണ്ടും ബന്ധുക്കളും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെ അന്നേരം തന്നെ കുട്ടിയുടെ മുറിവ് നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം കുന്നിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നു. അവിടെ IDRV ലഭ്യമാക്കുന്നു. അതിനുശേഷമാണ് കുട്ടിയെ ഇമ്മ്യൂണോഗ്ലോബിൻ വാക്സിൻ നൽകുന്നതിന് വേണ്ടി പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഇവർ കൃത്യമായി പറയുന്ന ആ ഇഞ്ചക്ഷൻ വാക്സിനുകളൊക്കെ തന്നെ
കൃത്യസമയങ്ങളിൽ എടുത്തു എന്നുള്ളതാണ്. അവസാനം നൽകേണ്ട ഒരു വാക്സിനാണ്, അത് മെയ് 6-നാണ് നൽകേണ്ടത്. ആ വാക്സിൻ മാത്രമാണ് ഇപ്പോൾ നൽകാൻ കഴിയാതെ പോയത്. അതിനു മുൻപ് കുട്ടിക്ക് പനി ഉണ്ടാവുകയും അങ്ങനെ കുട്ടിയെ SIT ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ഈ കുട്ടിക്ക് പനി ഉണ്ടാവുകയും ഈ ഒരു നായ കടിക്കുകയും ഉണ്ടായ ഒരു സാഹചര്യത്തിൽ കുട്ടിക്ക് പീഡിയാട്രിക് സർജന്റെ ഒരു സേവനം ലഭ്യമാക്കണം, ചികിത്സ ലഭ്യമാക്കണമെന്ന വിദഗ്ധരായ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവർ ഒരു സ്വകാര്യ ആശുപത്രിയിലെത്തി അവിടുത്തെ പീഡിയാട്രിക് സർജനെ കാണാനുള്ള ഒരു ശ്രമം നടത്തിയത്. അവിടെ നിന്നും ഇവർ വീണ്ടും പുനലൂരിലേക്ക് എത്തി പുനലൂരിലെ ഒരു ഡോക്ടറെ, ഒരു പീഡിയാട്രിഷ്യന്റെ സഹായം തേടുകയുമായിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇവർ കുട്ടിയെ തിരുവനന്തപുരം SIT ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടിയുടെ കയ്യിലാണ് കടിയേറ്റത്. ഡോക്ടർമാരൊക്കെ തന്നെ പറയുന്നുണ്ട് ഈ പ്രധാനമായും ഞരമ്പിന്റെ ഭാഗത്തേക്ക് ഈ നായയുടെ കടിയേറ്റാൽ ഈ അണുക്കൾ വളരെ വേഗത്തിൽ ശരീരത്തിൽ തലച്ചോറിലേക്ക് വ്യാപിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഈ കുട്ടിയുടെ കൈ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, മുറിവ്. ആ മുറിവിന്റെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ മുറിവ് വളരെ ആഴത്തിലുള്ള മുറിവാണ്. കൈയുടെ ഈ മസിലിന്റെ ഭാഗത്തായി ആണ് കടിയേറ്റത്. ആ കടിയേറ്റ ഈ നായയുടെ പല്ലുകൾ കൃത്യമായി കുട്ടിയുടെ കൈ തണ്ടയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇതിന്റെ പുറകുവശത്തും ഇത്തരത്തിൽ തന്നെ മറുപല്ലും ഏറ്റിട്ടുണ്ട്, പോറലുകളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ മുറിവുകൾ കൃത്യമായി കഴുകിയതിനു ശേഷമാണ് ഇവർ ആശുപത്രിയിൽ എത്തിച്ചതെന്നും പറയുന്നുണ്ട്. പിന്നീട് ആശുപത്രിയിൽ എത്തിയ ശേഷവും ഇവർ മുറിവ് കഴുകി വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകിയെന്നാണ് ബന്ധുക്കൾ നമ്മളോട് പറയുന്നത്. അതിനുശേഷമാണ് ഇവർ ഈ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. എന്നാൽ അവിടെ മരുന്ന് ലഭ്യമാക്കുന്നതിനാണ്, മരുന്ന് ഇഞ്ചക്ഷൻ വെക്കുന്നതിലാണ് ചില പോരായ്മ ഉണ്ടായി എന്നുള്ള കാര്യവും വീട്ടുകാർ പറയുന്നത്. പ്രജിത്ത്. സുജി സുരേന്ദ്രനാണ് കൊട്ടാരക്കരയിൽ നിന്നും. ഒപ്പം അശ്വിൻ പാലാഴി തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം തന്നെ SIT ആശുപത്രിയിൽ നിന്നും കുട്ടിയുടെ മൃതദേഹം അവിടെ നിന്നും ഇറക്കി വീട്ടിലേക്ക് കൊണ്ടുവരും എന്നാണ് അശ്വിൻ അവിടെ നിന്ന് നൽകിയ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ. എന്തായാലും മാരകമാണ് പേവിഷബാധ. അത് തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചികിത്സയില്ല എന്നത് ഓർക്കുക. അതുകൊണ്ട് തന്നെ കൃത്യമായി പാലിക്കേണ്ട നടപടികൾ അത് കൃത്യസമയത്ത് തന്നെ എടുക്കുക എന്നുള്ളതാണ്. മറ്റിവിടെ ഇപ്പോൾ മരണകാരണമായി പറയുന്നത് ഈ നാഡീ ഞരമ്പുകൾ വഴിയാണ് വൈറസുകൾ തലച്ചോറിലേക്ക് എത്തുന്നത്. ഇവിടെ കടിയേൽക്കുന്നത് കൈത്തണ്ടയിലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ നാഡികൾ വഴി ഇത് തലച്ചോറിലേക്ക് എത്തി അതിനുശേഷം അല്ലെങ്കിൽ വാക്സിൻ ഫലപ്രദമായി വരുന്നതിന് മുൻപേ തന്നെ ആ തലച്ചോറിലേക്ക് ഈ വൈറസ് എത്തിയതാണ് ഈ പേവിഷബാധയേൽക്കാനും അത് മരണകാരണമാകാനുള്ള കാരണമായി പ്രാഥമികമായി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കൂടുതലായുള്ള അന്വേഷണമൊക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. തിരികെ വാർത്തയിലേക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. തെരുവുനായുടെ കടിയേറ്റ് പേവിഷബാധ ഉണ്ടായി പിന്നീട് SIT ആശുപത്രിയിൽ ചികിത്സയിരിക്കെ മരിച്ച നിയയുടെ 7 വയസ്സുകാരി നിയയുടെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. വലിയ സങ്കടഭാരത്തിലാണ് അവരെ എല്ലാവരും ഉള്ളത്. കൃത്യമായി എല്ലാം വാക്സിനൊക്കെ എടുത്തിട്ടും ഇങ്ങനെയൊരു വലിയ ദുരന്തം, വലിയൊരു സങ്കടം അത് ഉണ്ടായതിൻ്റെ നടുക്കത്തിൽ തന്നെയാണ് കുടുംബാംഗങ്ങളെല്ലാം. അശ്വിൻ പാലാഴിയോട് നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, കുടുംബാംഗങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതല്ല. 7 വയസ്സുകാരിയാണ് മരണത്തിന് കീഴടങ്ങിയത്. നായ കടിച്ചിട്ടും ചികിത്സയെല്ലാം നടത്തിയിട്ടും ഇങ്ങനെയൊരു ദുരന്തം ആ കുടുംബത്തിലേക്ക് ഉണ്ടാവുന്നു. അവർക്കത് താങ്ങാൻ കഴിയുന്നതല്ല. വിവരങ്ങൾ പറയും. പ്രജിൻ, ഹൃദയഭേദകമാണ് നമുക്ക് ഈ ആശുപത്രിയിൽ നിന്ന് കാണാൻ കഴിയുന്ന രംഗമെന്ന് പറയുന്നത്. ആ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ ഈ ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ട്. അത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പിറകെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ആംബുലൻസിന് പുറകെ നടക്കുന്ന അമ്മ. ആ ദൃശ്യങ്ങൾ വളരെ ഹൃദയഭേദകമാണ്. ആ ആംബുലൻസ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പോയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വീട്ടിലേക്കാണ്, കുന്നിക്കോടുള്ള വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് അവിടെ നിന്ന് പള്ളിയിൽ ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ കുട്ടിയുടെ അമ്മയും കുടുംബാംഗങ്ങളടക്കമുള്ള ആളുകൾ മറ്റൊരു വാഹനത്തിൽ വീട്ടിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് ഈ പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഈ കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. ഇന്നലെയൊക്കെ അതീവ ഗുരുതരമായ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 90% ജീവൻ നിലനിർത്തിയിരുന്നത് അത് ഈ വെന്റിലേറ്റർ വഴിയായിരുന്നു എന്നുള്ളതാണ് ഡോക്ടർ അടക്കം പറഞ്ഞത്, ആശുപത്രി അധികൃതർ അടക്കം പറഞ്ഞിരുന്നത്. നിലവിൽ ഇന്നലെ തന്നെ കുടുംബം ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആശങ്ക അറിയിക്കുകയും ചെയ്തതാണ്. ഈ കുട്ടിയുടെ കൈമുട്ടിന് മുകളിലേക്കാണ് കടിയേൽക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഞരമ്പിലേറ്റ കടി അത് ഗുരുതരമായ SIT ആശുപത്രിക്ക് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പ്രതികരണം വരുന്നു അതിലേക്ക്. പട്ടികളെ കൂടെ വളർത്തിയതുകൊണ്ട് കണ്ടില്ലേ, ഇവിടെ തന്നെ പട്ടികൾ വളർന്നു കയറി പോകുന്ന കണ്ടില്ലേ, കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന എല്ലാ സഹായവും ചെയ്ത് എങ്കിൽ തന്നെ അവിടെ വേസ്റ്റ് കൊണ്ടിടരുത്, ഇടുന്ന എല്ലാരോടും പറഞ്ഞു. ഒരു മനുഷ്യനും കേട്ടില്ല. അത് തിന്നാൻ വന്ന പട്ടികളെ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്.
ഞാന് ഓടിച്ചു വിട്ട പട്ടിയ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. ഞാൻ ഓടിച്ചെല്ലുമ്പോ എന്റെ കുഞ്ഞിനെ കടിച്ചു വലിക്കുമായിരുന്നു. അപ്പോഴേ എടുത്തോണ്ട് പോയി. ഞാന് ഇപ്പതാണ്ട് കൊണ്ടുപോയി. ഇനി എനിക്കിനി കാണാനില്ല. എന്റെ കുഞ്ഞില്ലാതെ പട്ടിക്കുള്ളത്. പ്രജിൻ, ആ കുട്ടിയുടെ അമ്മ വളരെ വൈകാരികമായി തന്നെയാണ് പ്രതികരിക്കുന്നത്. പലതവണ അവിടുത്തെ ഈ തെരുവുനായ പ്രശ്നമൊക്കെ ഉന്നയിച്ചതാണ്. പക്ഷെ അതൊന്നും പരിഹരിക്കപ്പെടാതെ പോയതിന്റെ ബാക്കിപത്രമാണ് തന്റെ കുട്ടിയുടെ മരണം എന്നുള്ളതാണ് ആ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നത്. എന്തായാലും ഇപ്പോൾ അവരും ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഏറ്റവും ആശങ്കാജനകമാകുന്നത് 3 തവണ വാക്സിൻ എടുക്കുന്നു, പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചികിത്സാ രീതികളിലേക്കൊക്കെ പോകുന്നു. ഒരു പേവിഷബാധ ഏറ്റാൽ ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ഈ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചെയ്തതാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഈ മരണം സംഭവിച്ചു എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ തുടരുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വാക്സിനുമായി ബന്ധപ്പെട്ട പരിശോധനകളെല്ലാം വിദഗ്ധ സംഘം അന്വേഷിക്കുന്നുണ്ട്. ഇതിന്റെ ചികിത്സയും മറ്റു മരുന്നുകളും അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആശുപത്രിയിൽ SIT ആശുപത്രിയിൽ തന്നെ പ്രാഥമിക സൗകര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും സൗജന്യമായും ഒക്കെ ഏർപ്പെടുത്തിയതാണ്. എന്തായാലും പരമാവധി ചെയ്തിട്ടും എങ്ങനെ ഈ മരണം സംഭവിച്ചു എന്നുള്ള ചോദ്യം, അതിന് ഉത്തരം വേണ്ടതുണ്ട്. അതിലൊക്കെ പ്രാഥമിക അന്വേഷണം, വിശദമായ അന്വേഷണം, വിദഗ്ധ സംഘത്തിന്റെ അന്വേഷണമൊക്കെ കൃത്യമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കും എന്നുള്ളതാണ് കുട്ടിയുടെ പിതാവടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, അശ്വിൻ പാലാഴിയാണ് SIT ആശുപത്രിക്ക് മുന്നിൽ വിശദാംശങ്ങൾ നൽകിയത്. നിയ ഫൈസലിന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് SIT ആശുപത്രിയിലും. ഹൃദയം തകർന്നാണ് നിയയുടെ അമ്മ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അവിടെ തെരുവ് നായ്ക്കളുടെ ശല്യം അതുണ്ട് എന്ന് എത്രയോ തവണ പറഞ്ഞതാണ്. പക്ഷേ പിന്നെയും അവിടെ ഈ മാലിന്യം, അറവ് മാലിന്യം അടക്കം തള്ളിയതാണ് ഇതിനെല്ലാം കാരണമായത്. അവിടെയാണ് നായ്ക്കൾ വന്നത്. അതിലൊരു നായയാണ് എൻ്റെ കുഞ്ഞിനെ ആക്രമിച്ചത്, ഞാൻ കണ്ടതാണത് എന്നൊക്കെയുള്ള അവരുടെ ഹൃദയം തകരുന്ന വേദനയിലുള്ള അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിലെന്താണ് ഇനി അധികാരികൾക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വർഷം ഇപ്പോൾ ഈ 5ാം മാസമാവുകയാണ്. ഈ വർഷം പിറന്നിട്ട് അതിനിടയിൽ 14 പേർക്കാണ് പേവിഷബാധയിലൂടെ മരണം സംഭവിച്ചതെന്ന് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. KPCC പുനഃസംഘടനയിൽ രണ്ടും കൽപ്പിച്ച് നീങ്ങാൻ ഹൈക്കമാൻഡിന്റെ തീരുമാനം. പുതിയ KPCC അധ്യക്ഷനെ ഇന്നോ നാളെയോ പ്രഖ്യാപിക്കാനാണ് നീക്കം. K സുധാകരനുമായി ഒരിക്കൽ കൂടി ഹൈക്കമാൻഡ് ആശയവിനിമയം നടത്തുകയും ചെയ്തു. പുതിയ KPCC അധ്യക്ഷന്റെ പ്രഖ്യാപനം ഇനി വൈകേണ്ടെന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം. അധ്യക്ഷ പദത്തിലേക്ക് താൽപര്യമറിയിച്ച് കൊടിക്കുന്നിൽ സുരേഷും ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുണ്ട്. ഇനിയും പ്രഖ്യാപനം വൈകിയാൽ കൂടുതൽ നേതാക്കൾ അധ്യക്ഷ പദത്തിലേക്ക് കണ്ണുവെക്കും. ഇത് ചർച്ചകൾ വഷളാക്കുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ. K സുധാകരൻ നടത്തുന്ന സമ്മർദ്ദ തന്ത്രത്തിന് ഇനി വഴങ്ങേണ്ടെന്നും ഹൈക്കമാൻഡ് നിലപാടിലെത്തിയിട്ടുണ്ട്. K സുധാകരൻ നടത്തുന്ന പരസ്യ പ്രതികരണങ്ങളിൽ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തിയിലാണ്. ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ സമവായത്തിലെത്തിയ ശേഷം സുധാകരൻ നിലപാട് തിരുത്തിയെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ പരാതി. ഒരിക്കൽ കൂടി K സുധാകരനുമായി ഹൈക്കമാൻഡ് ആശയവിനിമയം നടത്തും. പുതിയ KPCC അധ്യക്ഷൻ ആരാവണമെന്നതിൽ നിർദ്ദേശമാരായും. KC വേണുഗോപാൽ ഡൽഹിയിലേക്ക് തിരിച്ചെത്തിയ ശേഷം അന്തിമ ചർച്ചകളിലേക്ക് കടക്കും. അതിനു പിന്നാലെ ഇന്ന് വൈകുന്നേരമോ നാളെയോ ആയി പ്രഖ്യാപനമുണ്ടായേക്കും. ആന്റണിയുടെ പേരിനാണ് മുൻതൂക്കം. പേരാവൂർ MLA സണ്ണി ജോസഫും സജീവ പരിഗണനയിലുണ്ട്. 24 തിരുവനന്തപുരം. പഹൽഗാം ആക്രമണത്തിൽ ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. കൂടുതൽ ദൃക്സാക്ഷികളുടെ അടക്കം മൊഴി NIA രേഖപ്പെടുത്തും. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരാക്രമണത്തിന് തക്ക മറുപടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആവർത്തിച്ചു. മന്ത്രി എന്ന നിലയിൽ ഇത് തന്റെ ഉത്തരവാദിത്തമാണെന്നും സൈനികർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെത്തിയ ജാപ്പനീസ് പ്രതിരോധ മന്ത്രിയുമായി രാജ്നാഥ് സിംഗ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഭീകരാക്രമണവും തുടർന്നുള്ള പശ്ചാത്തലവും കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടികളിലേക്കും ഇന്ത്യ കടന്നേക്കും. സംഘർഷ സാഹചര്യം തുടരുന്നതിനിടെ പാകിസ്ഥാനിൽ ഇന്ന് പാർലമെന്റ് സമ്മേളനം ചേരുന്നുണ്ട്. വൈകിട്ട് 5 മണിക്കാണ് സമ്മേളനം ചേരുക. ഇനി തൃശൂർ പൂരം വാർത്തകളിലേക്കാണ്. പൂരം, പൊടിപൂരം. ചരിത്ര പ്രസിദ്ധമായ പൂരം വിളംബരത്തിന്റെ ദിവസമാണിന്ന്. കൊമ്പൻ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുരം നടന്നു തുറന്ന് പൂര വിളംബരം നടത്താണ് പ്രധാനപ്പെട്ട ചടങ്ങ്. രാവിലെ 10:30 ഈ ചടങ്ങ് നടക്കുക. നാളെയാണ് പ്രസിദ്ധമായ തൃശൂർ പൂരം നടക്കുക. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. സൂരജ്,
തൃശ്ശൂർ അങ്ങനെ പൂരത്തിന്റെ ലഹരിയിൽ തന്നെയാണ് എന്ന് പറയാം. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ പൂരം വിളംബരം എന്ന് പറയുന്നത്. ഒരുപക്ഷെ എന്താണ് കേരളം എന്നൊക്കെ ലോകം അറിയുന്നത് ഈ ഒരു വിഷ്വലിലൂടെയാണ്, ഈ ഒരു ചിത്രത്തിലൂടെയാണെന്ന് പറയാം. ഈ നീതലക്കാവമ്മയുടെ തിടമ്പേറ്റി കൊമ്പൻ ഈ നട തുറന്ന് പുറത്തേക്ക് വരുന്ന കാഴ്ച, അത് ഒരു എന്താണ് പറയുക, അത് കേരളത്തിൻ്റെ സാംസ്കാരിക ചിത്രമായൊക്കെ മാറുന്നതാണ്. അപ്പോൾ ആ ചടങ്ങിന് നടക്കാൻ പോവുകയാണ്. എന്താണ് അവിടുത്തെ ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ? പ്രജിൻ, തീർച്ചയായും അതായത് കേരളം ഇന്ന് ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദൃശ്യമാണ് ഈ തെക്കേ ഗോപുര നട തുറന്ന കൊമ്പൻ എറണാകുളം ശിവകുമാർ വരുന്നത്. നേരത്തെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു ഈ തെക്കേ ഗോപുര നട തുറന്ന ഈ പൂര വിളംബരം നടത്തിക്കൊണ്ടിരുന്നത്. ഒരുപക്ഷെ ഈ 2 ദിവസം തൃശ്ശൂർ പൂരം എന്നത് 3 ദിവസം ഒരു ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയത് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ തെക്കേ നട തുറന്ന് പൂരവിളംബരം നടത്തി തുടങ്ങിയതിന് ശേഷമാണ്. എന്തായാലും ഇക്കുറിയും എറണാകുളം ശിവകുമാർ, അതായത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എറണാകുളം ശിവകുമാറാണ് ഈ തെക്കേ ഗോപുര നട തുറന്ന പൂരവിളംബരം നടത്തുന്ന. ഇക്കുറിയും എറണാകുളം ശിവകുമാർ തന്നെയാണ് ഈ പൂരവിളംബരം നടത്തുക. ഇന്നലെ എറണാകുളം ശിവകുമാറിന്റെ ഫിറ്റ്നസ് അടക്കം പൂർത്തിയാക്കിയിരുന്നു. രാവിലെ ഒരു 10:30യോടുകൂടി പൂരവിളംബരം നടക്കും എന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഈ തെക്കേ ഗോപുര നട തുറന്ന് നിലപാട് തറയിലെത്തി 3 തവണ ശംഖ് വിളിക്കുന്നതോടുകൂടി പൂരവിളംബരമാവും. 7 മണിയോടുകൂടി തന്നെ നെയ്തലക്കാവിൽ നിന്ന് നെയ്തലക്കാവമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് എറണാകുളം ശിവകുമാർ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്യും. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആവേശത്തിലേക്ക് തൃശ്ശൂർ കടക്കുകയാണ്. ഇന്നലെ സാമ്പിൾ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് തന്നെ ഈ സ്വരാജ് റൗണ്ട് ആകെ തിങ്ങി നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു. അത്രമാത്രം ജനത്തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വെടിക്കെട്ട് 8:30യോടുകൂടി അവസാനിച്ചിട്ടും രാത്രി 10 മണിയോടുകൂടി മാത്രമാണ് ഈ സ്വരാജ് റൗണ്ടിലൂടെ വാഹനങ്ങൾ ചെറിയ തോതിലെങ്കിലും കടത്തിവിടാൻ കഴിഞ്ഞത്. അത്രമാത്രം ജനത്തിരക്ക്, ഒരു സാധാരണ ഒരു പൂര ദിവസം ഉണ്ടാകുന്ന തിരക്ക് അത് ഇന്നലെ ഈ സാമ്പിൾ വെടിക്കെട്ടിനുണ്ടായിരുന്നു. സ്വാഭാവികമായും ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ പോലും വലിയ തിരക്ക് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിവിധ ദൂര പ്രദേശങ്ങളിൽ നിന്ന് പോലും ഇന്ന് പൂരവിളംബരം കാണാൻ എത്തിയിരിക്കുന്ന ആളുകളുണ്ട്. രാവിലെ ഒരു 10 മണിയോടൊക്കെ കൂടി തന്നെ നമ്മളിവിടെ ഒരു വലിയ ജനത്തിരക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രജിൻ, എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഭീകരാക്രമണം ഉണ്ടായ പശ്ചാത്തലം എല്ലാം കണക്കിലെടുത്തുകൊണ്ട് അതീവ സുരക്ഷയാണ് ഇക്കുറി ഒരുക്കിയിട്ടുമുള്ളത്. പ്രജിൻ, സുരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ കാഴ്ചകൾ തൃശ്ശൂരിൽ നിന്നും വരും മണിക്കൂറുകളിൽ നൽകുകയും ചെയ്യും. മോഡേൺ ന്യൂസ് തുടരുകയാണ്. അടുത്ത റിപ്പോർട്ട് നോക്കാം. വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ പ്രത്യേക ബെഞ്ച് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഹർജികൾ പരിഗണിക്കുക. ഹർജികളിൽ കോടതി ഇന്ന് വിശദമായ വാദം കേൾക്കും. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച കോടതി നിലവിലെ വഖഫ് സ്വത്തുക്കൾ അതല്ലാതാക്കാനോ വഖഫ് കൗൺസിലിലും ബോർഡുകളിലും നിയമനം നടത്താനോ പാടില്ല എന്ന് ഉത്തരവിട്ടിരുന്നു. കൂടുതൽ രേഖകൾ നൽകാൻ കേന്ദ്രത്തിന് സമയവും കോടതി അനുവദിച്ചിരുന്നു. കേന്ദ്രം സുപ്രീം കോടതിയിൽ നേരത്തെ സത്യവാങ്മൂലം നൽകുകയും ചെയ്തതാണ്. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ എതിരെ മുസ്ലിം ലീഗും സമസ്തയും എതിർ സത്യവാങ്മൂലവും സമർപ്പിച്ചിട്ടുണ്ട്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന രാപ്പകൽ സമരയാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ജൂൺ 17-ന് തിരുവനന്തപുരത്ത് മഹാറാലിയോടെ അവസാനിക്കുന്ന രീതിയിലാണ് ഈ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തുടരുന്ന അനിശ്ചിതകാല സമരത്തിന്റെ 85-ാം ദിവസമാണ് രാപ്പകൽ സമരയാത്ര ആരംഭിക്കുന്നത്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് 45 ദിവസം നീണ്ടു നിൽക്കുന്ന സമരജാഥ സാമൂഹ്യ പ്രവർത്തകൻ ഡോക്ടർ ആസാദ് ഉദ്ഘാടനം ചെയ്യും. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദുവാണ് സമരയാത്ര നയിക്കുന്നത്. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ രാപ്പകൽ സമരയാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ. ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ആശാ വർക്കർമാരെയും ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ജനലക്ഷങ്ങളെയും കാണുക എന്ന ആ ഉദ്ദേശത്തോടു കൂടി കാസർഗോഡ് നിന്നും ഒരു സഞ്ചരിക്കുന്ന രാപ്പകൽ സമരയാത്ര ആരംഭിക്കുകയാണ്. ആശമാർ തെരുവിൽ ഉറങ്ങുന്ന ഒരു സമരരീതിയാണ് എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗവൺമെൻറ് ഈ വിഷയങ്ങൾ പരിഹരിക്കുകയും ചെയ്യണം തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം അടിസ്ഥാന തൊഴിലെടുക്കുന്ന വിഭാഗങ്ങൾക്ക് കൂലി ചോദിക്കുമ്പോൾ അത് നൽകാതിരിക്കുന്നത് ഒട്ടും തന്നെ ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ആശാ വർക്കർമാരുടെ ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക, പെൻഷൻ ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിക്കുന്നത്. ആവശ്യങ്ങൾ പരിഗണിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. സമരയാത്ര സംഘടിപ്പിക്കുമ്പോഴും സെക്രട്ടേറിയറ്റിനു മുന്നിലെ രാപ്പകൽ സമരം തുടരാനും തീരുമാനമുണ്ട്. സമരയാത്രയുടെ പശ്ചാത്തലത്തിൽ നിരാഹാര സമരം കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചിരുന്നു. 24 തിരുവനന്തപുരം.
ഒരുപാട് പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ഈ തെരുവുനായ ശല്യത്തെക്കുറിച്ചും ഈ ഫൈസലിന്റെ മരണത്തെക്കുറിച്ചുമൊക്കെ കമന്റുകൾ പറയുന്നുണ്ട്. അതിൽ ആതിര മുക്കം പറയുന്നു, ഗുഡ് മോർണിംഗ്, ഇന്ന് മോർണിംഗ് വാക്ക് ഇല്ലേ എന്ന് ചോദിക്കുന്നു. മോർണിംഗ് വാക്ക് അല്ല, ഇന്ന് മോർണിംഗ് ന്യൂസാണ്. ഇങ്ങനെ പോയാൽ ഈ പെറ്റ്സ് കടിച്ചാലും വിശ്വസിച്ച് എങ്ങനെ വാക്സിൻ എടുക്കും എന്ന് ആതിര മുക്കം ചോദിക്കുന്നു. വളരെ ശരിയാണ്. കാരണം വാക്സിൻ എടുത്താലും നമുക്ക് കടിയേൽക്കുകയോ അല്ലെങ്കിൽ നമുക്ക് മാന്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അതിപ്പം നമ്മുടെ വളർത്തുനായ തന്നെ ആണെന്നില്ല, പൂച്ചയായാലും അണ്ണാനായാലും മറ്റേത് ജീവിയാണെങ്കിലും നമ്മളെ ആക്രമിച്ചു കഴിഞ്ഞാൽ, നമ്മളെ കടിക്കുകയോ മാന്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രതിരോധ വാക്സിൻ എടുക്കണം എന്നുള്ളത്, കൃത്യസമയത്ത് എടുക്കണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയിപ്പോൾ വാക്സിൻ എടുത്ത വളർത്തുമൃഗങ്ങളാണ് നമ്മളെ കടിക്കുന്നതെങ്കിൽ കൂടി നമ്മൾ പ്രതിരോധ വാക്സിൻ എടുക്കണം എന്നതാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന സന്ദേശം. അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ആശ പറയുന്നു, ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസം അതിൻ്റെ പിറകെയാണ്, അത് കഴിയുമ്പോൾ ആ സംഭവം നടന്നു എന്ന് പോലും നമുക്കറിയില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നു. ഇതിപ്പോൾ ഈ നടുക്കത്തിലാണ് ഈ വാർത്തകളൊക്കെ, ഈ കമൻറ്റുകളൊക്കെ ഇവർ രേഖപ്പെടുത്തുന്നത് മനസ്സിലാകുന്നു. കൂടുതൽ കമന്റുകളിലേക്ക് വരാൻ മുമ്പ് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകുന്നു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. പുതിയ സംസ്ഥാന സമിതി ഓഫീസായ AKG സെന്ററിൽ വെച്ചാണ് യോഗം ചേരുക. സർക്കാരിന്റെ വാർഷിക പരിപാടികളുടെ അവലോകനം, വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ തുടങ്ങിയവ ഈ യോഗത്തിൽ ചർച്ചയാകും. PK ശ്രീമതിയെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയ വിവരം ചോദ്യത്തിനെ പറ്റിയും ചർച്ച നടക്കാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ PK ശ്രീമതി പങ്കെടുത്തേക്കില്ല. മറ്റൊരു വാർത്തയിലേക്ക്. വിവാദങ്ങൾക്കിടെ റാപ്പർ വേടൻ ഇടുക്കിയിലെ സർക്കാർ പരിപാടിയിൽ ഇന്ന് പാടും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് വേടന്റെ പരിപാടി ഉണ്ടാവുക. ഉദ്ഘാടന ദിവസമായ 29-ന് പരിപാടി അവതരിപ്പിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. 28-ന് കഞ്ചാവ് കേസിൽ വേടൻ പിടിയിലായതോടെ ഈ പരിപാടി റദ്ദാക്കുകയായിരുന്നു. CPIM-ഉം CPI-യും വേടന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇടുക്കിയിൽ പരിപാടി അവതരിപ്പിക്കാൻ വേദി നൽകാൻ വീണ്ടും തീരുമാനിച്ചത്. വൈകിട്ട് 7 മണിക്ക് വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തിലാണ് ഈ പരിപാടി നടക്കുക. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരിപാടിയുടെ ഭാഗമായി പോലീസ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. മറ്റൊരു വാർത്ത കണ്ണൂരിൽ നിന്ന് വരുന്നു. കണ്ണൂരിൽ സഹകരണ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ച 60 ലക്ഷം രൂപയുടെ സ്വർണം ജീവനക്കാരൻ കവർന്നു. ആനപ്പന്തി സഹകരണ ബാങ്കിലാണ് ഈ സംഭവം. CPIM പ്രാദേശിക നേതാവും താൽക്കാലിക ക്യാഷ്യറുമായ സുധീർ തോമസിനെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഈ സഹകരണ ബാങ്കിൽ ഇത്തരത്തിൽ 60 ലക്ഷം രൂപയുടെ സ്വർണം ഒരു ജീവനക്കാരൻ കവർന്നു എന്നത് വലിയ ഗൗരവമുള്ള വിവരമാണ്. അത് എപ്പോഴാണ് കേസായി മാറിയത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? പ്രജിൻ, ഈ സുധീർ തോമസ് ഇപ്പോൾ ഒളിവിലാണ്. കഴിഞ്ഞ 3 ദിവസമായി ഇയാൾ ഒളിവിലാണ് എന്നതാണ് പോലീസ് പറയുന്നത്. ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇരിട്ടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമായി നടക്കുകയും ചെയ്യുന്നുണ്ട്. ബാങ്ക് അധികൃതർ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഇത്തരത്തിൽ ഉള്ള ക്രമക്കേട് കണ്ടെത്തിയത്. അതായത് 60 ലക്ഷം രൂപയുടെ സ്വർണം, ഈ ബാങ്കിൽ ലോക്കറിൽ സൂക്ഷിച്ച 60 ലക്ഷം രൂപയുടെ സ്വർണം ഈ സുധീർ തോമസ് കവർന്നെടുത്തു എന്നതാണ് പോലീസിന്റെ കേസിൽ പറയുന്നത്. 18 പാക്കറ്റുകളായി സൂക്ഷിച്ച ആ സ്വർണം എടുത്ത് പകരം അവിടെ മുക്കുബണ്ണം വെക്കുകയായിരുന്നു എന്നതാണ് പോലീസിന്റെ ഉൾപ്പെടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഇത് ബാങ്കിന്റെ ഒരു പരിശോധനയിൽ കണ്ടെത്തുകയും പിന്നീട് പോലീസിൽ പരാതി നൽകുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് പോലീസിന്റെ കൂടി അന്വേഷണം ഇതിൽ നടന്നത്. അതോടൊപ്പം തന്നെ ഭാര്യയുടെ പേരിൽ പണയം വെച്ച സ്വർണം കൂടി ഈ ബാങ്ക് ലോക്കറിൽ നിന്ന് സുധീർ തോമസ് മോഷ്ടിച്ചിട്ടുണ്ട്. ഇത് ഒരു തവണയായല്ല, പല തവണയായിട്ടാണ് ഇത്തരത്തിൽ മുക്കുബണ്ണം വെച്ച് ബാങ്ക് ലോക്കറിലുള്ള സ്വർണം ഇയാൾ മാറ്റിയത് എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും വലിയ കവർച്ചയാണ്, അല്ലെങ്കിൽ വലിയ ക്രമക്കേടാണ് ഉണ്ടായിട്ടുള്ളത്. ഇയാൾ ബാങ്കിലെ ജീവനക്കാരനാണ്, താൽക്കാലിക ക്യാഷറായി ജോലി ചെയ്യുകയായിരുന്നു. CPIM-ന്റെ ഇരിട്ടിയിലെ പ്രാദേശിക നേതാവ് കൂടിയാണ്. എന്നാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇരിട്ടി പോലീസ് ഊർജിതമായി നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി ഇയാൾ ഒളിവിലാണ് എന്ന വിവരമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ വിശദാംശങ്ങൾ നൽകിയത്. പലരും വാർത്തയുടെ തുടർ കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും പറയുന്നു തെരുവുനായ്ക്കളെയൊക്കെ തല്ലിക്കൊല്ലണം, അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നു. നമുക്ക് അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. അതിന് പകരമായി ഇവിടെ ഇപ്പോൾ സർക്കാർ തന്നെ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ABC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആനിമൽ ബർത്ത് കൺട്രോൾ എന്ന് പറയുന്നൊരു പദ്ധതി. അത് കാര്യക്ഷമമായി
നടപ്പിലാക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിന് എന്ത് സർക്കാരിന് ചെയ്യാൻ കഴിയും എന്നതൊരു സുപ്രധാനമായ ചോദ്യമാണ്. അതാണ് വേണ്ടത്. അതായത് ഈ തെരുവ് നായ്ക്കളെ വന്ധീകരിക്കുന്നതിലൂടെ അത് പെറ്റുപെരുകുന്ന സാഹചര്യം ഈ ABC പ്രോഗ്രാമിലൂടെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. അത് കൃത്യമായി ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും നടത്തേണ്ടതാണ്. അത് ആരൊക്കെ നടത്തുന്നുണ്ട്, എഫക്റ്റീവായി നടത്തുന്നുണ്ട് എന്നതാണ് പ്രസക്തമാകുന്ന ചോദ്യവും. ഇതിപ്പോൾ അഖിൽ രാജ് പറയുന്നു, വാക്സിൻ എടുത്തു എന്നതല്ല കാരണം, മുറിവുണ്ടായാൽ മുറിവിൽ ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കണം, ഒപ്പം വാക്സിൻ, അതല്ലാതെ വാക്സിൻ മാത്രം എടുത്തിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നു. അത് അത്തരം കാര്യങ്ങൾ പറഞ്ഞാണ് അഖിൽ. അത് നേരത്തെ എനിക്കൊന്ന് അഖിൽ വൈകി വന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത് കേൾക്കാതെ പോയത്. ഈ രീതിയിൽ ഈ ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കുന്നതിലാണ് ഒരു വീഴ്ച ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ 7 വയസ്സുകാരിയുടെ കുടുംബാംഗങ്ങൾ പറയുന്നത്. അവിടെ കൃത്യമായി ആ മുറിവിൽ ആ വാക്സിൻ വീണിട്ടില്ല എന്നൊരു ആരോപണം കഴിഞ്ഞ ദിവസം തന്നെ ആ കുടുംബാംഗങ്ങൾ ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിലൊക്കെ ഇനിയിപ്പോൾ ആശുപത്രി അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് ഒരു അന്വേഷണം ഉണ്ടാകുമെന്നാണ് നമ്മളും കരുതുന്നത്. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹീമിന്റെ കേസ് റിയാദിലെ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:30 കേസ് പരിഗണിക്കുക. അബ്ദുറഹീമും അഭിഭാഷകരും ഓൺലൈൻ വഴി കോടതിയിൽ ഹാജരാകും. വധശിക്ഷ കോടതി നേരത്തെ റദ്ദാക്കിയെങ്കിലും മോചന ഉത്തരവിനായി കാത്തിരിക്കുകയാണ് അബ്ദുറഹീം കുടുംബവും. ഇത് 12ാമത്തെ തവണയാണ് കേസ് കോടതി പരിഗണിക്കുന്നത്. കേസ് ഫയലിന്റെ ഹാർഡ് കോപ്പി ഗവർണറേറ്റിൽ നിന്നും കോടതിയിലെത്താൻ വൈകിയതാണ് മോചനം നീണ്ടുപോകാൻ കാരണമെന്ന് റിയാദിലെ നിയമസഹായ സമിതി നേരത്തെ അറിയിച്ചിരുന്നു. ഹാർഡ് കോപ്പി കോടതിയിലേക്ക് അയച്ചു എന്ന് ഉറപ്പ് ലഭിച്ച പശ്ചാത്തലത്തിൽ ഇന്നത്തെ സിറ്റിംഗ് നിർണായകമാണ് എന്നും സഹായ സമിതി അറിയിച്ചു. കേരള സർവകലാശാലയിലെ CPIM അധ്യാപക സംഘടനാ നേതാവിന്റെ സ്ഥാനക്കയറ്റത്തിൽ തീരുമാനമെടുക്കാൻ ഇന്ന് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരുന്നുണ്ട്. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക യോഗം ചേരുക. കരാർ അധ്യാപന നിയമന കാലയളവ് അസോസിയേറ്റ് പ്രൊഫസർ പ്രമോഷന് കണക്കാക്കുന്നത് UGC ചട്ടങ്ങൾക്കെതിരാണെന്നും അധ്യാപകന്റെ പ്രമോഷൻ തടയണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും VC-ക്കും പരാതി നൽകിയിരുന്നു. ഇതോടെ സർവകലാശാലയിലെ CPIM അധ്യാപക സംഘടനാ നേതാവായ ഡോക്ടർ S. നസീബിന്റെ പ്രമോഷൻ ഉത്തരവ് നടപ്പാക്കുന്നത് VC തടയുകയും ചെയ്തു. ഇതിൽ ഗവർണർ വിശദീകരണം ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് സിൻഡിക്കേറ്റ് അടിയന്തര പ്രത്യേക യോഗം ഇന്ന് ചേരുന്നത്. കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗവും ഇന്ന് ചേരുന്നുണ്ട്. കാസർഗോഡ് പാലക്കുന്ന് ഗ്രീൻവുഡ്സ് കോളേജിലെ ചോദ്യപേപ്പർ ചോർച്ചയിൽ കോളേജിനെതിരായ നടപടി സംബന്ധിച്ച് സിൻഡിക്കേറ്റ് യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. കോളേജ് പ്രിൻസിപ്പൽ ചോദ്യങ്ങൾ വാട്സാപ്പിലൂടെ വിദ്യാർത്ഥികൾക്ക് ചോർത്തി നൽകി എന്നായിരുന്നു സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പലിനെ കോളേജ് മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു. അഫിലിയേഷൻ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സർവകലാശാലയുടെ പരിഗണനയിലുണ്ട്. പരീക്ഷ നടത്തിപ്പിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വീഴ്ചകളും ചർച്ച ചെയ്യും. മോർണിംഗ് ന്യൂസ് തുടരുകയാണ്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ പറയുന്നു, പ്രിയപ്പെട്ട പ്രേക്ഷകൻ എന്ന് പറയുന്നൊരു ID നിന്നാണ് കമന്റ് വരുന്നത്. വൈപ്പിൻ ഫാൽക്കൺ ബീച്ചിൽ ഇന്നത്തെ മോർണിംഗ് വാക്ക് ഉണ്ടാകും എന്ന് ഇന്നലെ അറിയിച്ചതാണ്, പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നു. ഇത് അത് തന്നെയാണ്, ഫാൽക്കൺ ബീച്ചിലാണ് ഇന്ന് മോർണിംഗ് വാക്കൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇന്നിപ്പോൾ ഈ രാത്രി 2 മണി പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ തിരുവനാട് കടിയേറ്റ് തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 7 വയസ്സുകാരി മരിച്ചു എന്നൊരു വാർത്ത വരുന്നത്. അത് വളരെ നേരത്തെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയണം. അത് എന്തുകൊണ്ടാണ് നമ്മൾ ആ മോർണിംഗ് വാക്ക് മാറ്റി മോർണിംഗ് ന്യൂസായി തന്നെ ആ വാർത്ത പ്രേക്ഷകരിലേക്ക് പെട്ടെന്ന് എത്തിച്ചത്. എന്തായാലും ആ വാർത്തയിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോകുന്നു. കൊല്ലം കുന്നിക്കോട് സ്വദേശിയായ നിയ ഫൈസൽ 3 ദിവസമായി വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അതിനിടെയാണ് ഈ മരണം സംഭവിച്ചത് എന്നതാണ്. അവസാന ഡോസ് വാക്സിൻ എടുക്കുന്നതിന് മുൻപാണ് പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് 3 കുട്ടികൾ മരിച്ചു എന്നത് അത്യന്തം ദുഃഖകരമായ വാർത്തയുമാണ്. വിവരങ്ങളുമായി സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്നും, ഒപ്പം അശ്വിൻ പാലാഴി തിരുവനന്തപുരം SIT ആശുപത്രിക്ക് സമീപത്തുനിന്ന് ചേർന്നു. ആദ്യം സുജിത്തിലേക്കാണ്. സുജിത്ത്, ഇപ്പോൾ നിയയുടെ മൃതദേഹം ആശുപത്രിയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്, ആംബുലൻസ്. അത് എപ്പോഴാണ് അവിടേക്ക് കൊട്ടാരക്കര വീട്ടിലേക്ക് എത്തുക? അവിടെ ഒപ്പം തന്നെ ആ വീട്ടിൽ നാട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ടോ? അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? പ്രജിൻ, ഞാനിപ്പോൾ ഈ കുട്ടിയുടെ വീട്ടിലെ ബന്ധുക്കളുമായി സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത്, അവർ നൽകുന്ന വിവരം അനുസരിച്ച് കുട്ടിയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ കുട്ടിയുടെ മൃതദേഹം നേരെ പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്തിലേക്ക് എത്തിക്കും. ഇവിടെയാകും ഖബറടക്കം നടക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, കുട്ടിയുടെ അമ്മ കുട്ടിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ക്വാറന്റൈൻ പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കുട്ടിയുടെ അമ്മയെ വീട്ടിലേക്ക്, ഈ കുട്ടിയുടെ കുന്നിക്കോട്ടുള്ള വീട്ടിലേക്ക്
എത്തിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും അവിടെ നിന്നും മൃതദേഹം ഒരു 2 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് വേണം ഈ പുനലൂരിലേക്ക് എത്താൻ. ആ സമയം കൊണ്ട് ആംബുലൻസ് വളരെ പതുക്കെയാകും എത്തുക. അങ്ങനെയാണെങ്കിൽ ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് ഈ പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ എത്തിച്ചു കഴിഞ്ഞ് മതാചാര പ്രകാരം തന്നെ ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആകും സംസ്കാരം നടക്കുക. പ്രജിത്ത്. സുജിത്ത്, നാട്ടുകാരൊക്കെ അവിടെ ഉള്ളവരൊക്കെ പ്രതികരണം എന്താണ്? അവർ ഈ സംഭവത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതികരിച്ചാണ്. അപ്പോൾ ഈ രീതിയിൽ പേവിഷബാധ സ്ഥിരീകരിച്ച ശേഷമൊക്കെ, കാരണം പേവിഷബാധ വന്നു കഴിഞ്ഞാൽ, തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു ചികിത്സയും അത് ഫലപ്രദമാവില്ല എന്ന് നമുക്കെല്ലാം അറിയുന്നതുമാണ്. വെന്റിലേറ്ററിൽ തന്നെ തുടർന്നതുകൊണ്ട് തന്നെ ഒരു അത്യാഹിതം പെട്ടെന്നുണ്ടാകാം എന്നൊക്കെയുള്ള കാര്യം അത് നാട്ടുകാരൊക്കെ അത്തരം വിവരങ്ങൾ പങ്കുവച്ചതുമാണ്. ഈ അവിടുത്തെ ഈ തെരുവുനായ ശല്യത്തെക്കുറിച്ചും ഈ തെരുവുനായ ഇതേ കുട്ടിയെ കടിച്ച അതേ നായ മറ്റ് വളർത്തുമൃഗങ്ങളെ കടിച്ചതിനെ കുറിച്ചും ഒക്കെയുള്ള ആശങ്കകൾ അവിടെയുള്ളവർ പങ്കുവെക്കുന്നുണ്ടോ സുജിത്ത്? തീർച്ചയായും പ്രജിൻ, ഈ ഒരു വലിയ ആശങ്കയിൽ തന്നെയാണ് ഈ കുന്നിക്കോട് പ്രദേശമാകെ. കാരണം ഈ കുട്ടിയെ കടിച്ച നായ മറ്റു ചിലരെയും കടിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ പ്രദേശത്ത് നിരവധി നായ്ക്കളുണ്ട്. ഈ നായ്ക്കൾ പല ആളുകളെയും കടിച്ചിട്ടുണ്ട്. ഇതിനെയൊക്കെ തന്നെ ഇവിടെ നിന്ന് എത്രയും വേഗം നീക്കം ചെയ്യണമെന്ന ഒറ്റ ആവശ്യം മാത്രമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്നാൽ പഞ്ചായത്തിന് ഇതിൽ ചില കൃത്യമായ ചില മാനദണ്ഡങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ചില പരിമിതികൾ ഉണ്ട് എന്നാണ് പഞ്ചായത്ത് പറയുന്നത്. എങ്കിൽ പോലും ഇന്നലെ മുതൽ തന്നെ, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ടുകൊണ്ട് ഈ നായ്ക്കളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഈ പ്രദേശത്ത് പല വീടുകളിലും, അതുപോലെ നിർമ്മാണം നടക്കുന്ന വീടുകളിൽ, അതുപോലെ തന്നെ വയലേലകളിൽ ഒക്കെ തന്നെ നായ്ക്കൾ പെറ്റുപെരുകി കിടക്കുന്ന ഒരു സാഹചര്യം. ഇവയൊക്കെ തന്നെ നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇതിനു മുൻപ് കഴിഞ്ഞ ഒരു 9 മാസങ്ങൾക്ക് മുൻപ് മറ്റൊരാൾ ഈ പ്രദേശത്ത് കുന്നിക്കോട് തന്നെ നായയുടെ കടിയേറ്റ് പേവിഷബാധയേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം ഇതുപോലെ വയലിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഒരു കർഷകനായിരുന്നു. ആ ജോലി ചെയ്ത് കയറി വരുമ്പോഴാണ് ആ പ്രദേശത്ത് വെച്ചാണ് ഒരു നായയുടെ കടിയേറ്റത്. അതിനുശേഷം ആശുപത്രിയിലെത്തി വാക്സിനൊക്കെ വാക്സിൻ സ്വീകരിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നിട്ട് പോലും അദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതുപോലെ പ്രദേശത്ത് പല ആളുകൾക്കും നായയുടെ കടിയേറ്റുണ്ട്. ഇവരൊക്കെ തന്നെ പുനലൂർ ആശുപത്രിയിലും അതുപോലെ തന്നെ കുന്നിക്കോട് ആശുപത്രിയിലും ഒക്കെ എത്തി ഈ ചികിത്സ തേടുകയും വാക്സിൻ എടുക്കുകയുമായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 800-ലധികം ആളുകൾക്കാണ് ഈ പോയ ഒരു വർഷം കൊണ്ട് കുന്നിക്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മാത്രം വാക്സിൻ എടുത്തിട്ടുള്ളത്. പുനലൂരിലെ കണക്കുകൾ ഇതിലേറെ വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ പ്രദേശത്ത് പുനലൂർ വിളക്കുടി പഞ്ചായത്തിൽ മാത്രമല്ല, പുനലൂർ നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും ഒക്കെ തന്നെ തെരുവുനായുടെ ശല്യം അതിരൂക്ഷമാണ്. പകൽ പോലും ഇറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിലുള്ള നായ്ശല്യമാണ് പലയിടത്തുമുള്ളത്. നമ്മൾ കണ്ടതാണ് ഇന്നലെ ഈ കുട്ടിയുടെ വീട്ടിൽ തന്നെ ഉള്ള വന്നു കയറിയ ഒരു പൂച്ച. ആ പൂച്ചയെ പട്ടി കടിച്ചിട്ടുണ്ട്. ഇന്നലെ ആ പൂച്ച അസ്വാഭാവികമായ രീതിയിൽ ചില ഈ പേവിഷബാധ ഏറ്റതുപോലെയുള്ള ചില പ്രകടനങ്ങളൊക്കെ പൂച്ചയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആ പൂച്ചയുമായി ആളുകൾക്ക് ആ വീട്ടിലുള്ള ചില ആളുകൾക്കൊക്കെ തന്നെ സമ്പർക്കമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ വീട്ടുകാരാണ് ആ പൂച്ചയ്ക്ക് ഭക്ഷണമൊക്കെ നൽകുന്നത്. കുട്ടികളുമായൊക്കെ ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന ഒരു പൂച്ചയായിരുന്നു. ഏതായാലും ഈ കുട്ടിക്ക് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായ സാഹചര്യത്തിൽ എല്ലാവരും കൃത്യമായ വീട്ടിലുള്ളവരെല്ലാവരും തന്നെ പ്രതിരോധ വാക്സിൻ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കുട്ടിയുടെ മുറിവ് ആഴത്തിലുള്ള മുറിവായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് നൽകേണ്ട വാക്സിനുകളൊക്കെ തന്നെ കൃത്യമായി നൽകുകയും ചെയ്തു. ഈ വാക്സിനുകളൊക്കെ നൽകിയിട്ടും എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലാണ് അന്വേഷണം വേണമെന്ന് നാട്ടുകാർ ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. പഞ്ചായത്ത് അധികൃതർ കൃത്യമായി ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ നായ്ക്കളെ പിടിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. ഈ വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായി ഈ പ്രദേശത്തെ അറവു മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജനങ്ങളും സംഘടിച്ചിരിക്കുകയാണ്. പ്രദേശത്ത് ഈ കുഞ്ഞു വയസ്സുള്ള ഈ കുട്ടിയുടെ മരണത്തിൽ ഈ നാട്ടുകാർ വളരെ ദുഃഖിതരാണ്. അതിനപ്പുറം തന്നെ നാട്ടുകാർ വളരെ വൈകാരികമായാണ് പ്രതികരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ അറവു മാലിന്യങ്ങളൊക്കെ കൊണ്ടിട്ട് തെരുവു നായ്ക്കൾ ഇത്രയും പെരുകിയ ഒരു സാഹചര്യമാണ് ഈ നാട്ടിൽ ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടാകാൻ കാരണമായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഈ തെരുവു നായ്ക്കളെ നീക്കം ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നാട്ടുകാരൊക്കെ തന്നെ ഏറെ വൈകാരികമായി പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എത്തിയപ്പോൾ തന്നെ അവർ പറയുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പോലും ജോലി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെയാണുള്ളത്. പ്രജിൻ, എന്തായാലും കുഞ്ഞുണ്ണിയുടെ സംസ്കാര ചടങ്ങുകൾ അത്
പള്ളിയിലാണ് നടക്കുന്നത്. അത് നേരത്തെ അറിയിച്ചത് പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിലാണ് ഈ ഖബറടക്കം ഉണ്ടാവുക. വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്നില്ല. അത് കൃത്യമായി ആരോഗ്യവകുപ്പിൻ്റെ ഒരു നിർദ്ദേശം അക്കാര്യത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടിയുടെ അമ്മയ്ക്ക് ക്വാറന്റൈൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ക്വാറന്റൈനിൽ പോകാനുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. കാരണം പേവിഷബാധയാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പാണ് അതിൽ എങ്ങനെ സംസ്കാരം വേണം, ഏത് രീതിയിൽ വേണമെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് പാലിച്ചായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. അതുകൊണ്ട് മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കില്ല, പൊതുദർശനം ഉണ്ടാകില്ല എന്നുകൂടി അറിയുന്നു. പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിലായിരിക്കും കുട്ടിയുടെ ഖബറടക്കം നടക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നത് ഈ വേടനുമായി ബന്ധപ്പെട്ടാണ്. വേടൻ വിവാദവുമായി ബന്ധപ്പെട്ട് വളരെ കരുതലോടെ നീങ്ങാനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം ഉണ്ടാകുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ മാത്രമേ ഉണ്ടാകൂ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ആദ്യം പങ്കുവെക്കുകയാണ് 24 പ്രേക്ഷകരുമായി. രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയത്തിൽ ജാഗ്രതയോടെ നീങ്ങാനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ആലോചന. വനം വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്യും. തുടർ തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് മാത്രമേ ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നേരത്തെ വനം മേധാവി ഈ റിപ്പോർട്ട് വനം മന്ത്രിക്ക് നൽകിയതാണ്. അതിൽ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചും ഒപ്പം തന്നെ ചെറിയ രീതിയിൽ വിമർശിച്ചുമൊക്കെയാണ് ആ റിപ്പോർട്ട് ഉണ്ടായത്. അതിൽ നടപടി എടുക്കേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റാണ്, സർക്കാരാണ്. അതിൽ മുഖ്യമന്ത്രിയുടെയുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ അതിൽ തീരുമാനം ഉണ്ടാവൂ എന്ന് നേരത്തെ അറിയിച്ചതാണ്. അതിപ്പോൾ ഒന്നുകൂടി വ്യക്തമാകുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയിൽ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ മാത്രമേ ഉണ്ടാകൂ നടപടി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. കൊല്ലം കുന്നിക്കോട് 7 വയസ്സുകാരിക്ക് നേരെ ആക്രമണം ഉണ്ടാകും മുൻപ് തന്നെ ആ പ്രദേശത്ത് തെരുവുനായുടെ കടിയേറ്റത് നിരവധി ആളുകൾ കാണാം. പേവിഷബാധയേറ്റുള്ള മരണവും 1 വർഷത്തിനിടെ വിളക്കുടി പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നായയുടെ ആക്രമണമേറ്റ പൂച്ചയിലും മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങിയിട്ടുണ്ട്. അനധികൃത കശാപ്പുശാലകളും അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണവുമാണ് തെരുവുനായ ശല്യം രൂക്ഷമാകാൻ കാരണം എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. വിളക്കുടി പഞ്ചായത്തിലെ നടവഴികളും ഇടവഴികളും കൈയടക്കി നാട്ടിൽ ഭീതി നിറയ്ക്കുകയാണ് തെരുവു നായ്ക്കൾ. കഴിഞ്ഞ ഓഗസ്റ്റ് 5-നാണ് വിളക്കുടി പഞ്ചായത്തിലെ 10-ാം വാർഡിലെ 47-കാരനായ സാംകുട്ടി തെരുവുനായുടെ കടിയേറ്റ് പേവിഷബാധയെ തുടർന്ന് മരിച്ചത്. എൻ്റെ ഭർത്താവിന് ഈ ഒരവസ്ഥയിൽ തന്നെ മരിച്ചത്. ആഗസ്റ്റ് മാസം 5-ാം എൻ്റെ ഭർത്താവ് ഈ പേവിഷബാധ വന്ന് മരിക്കുന്നത്. ഒറ്റ കുഞ്ഞുങ്ങളൊന്നും ഇറങ്ങാനായിട്ട് ഒന്നും ഇറങ്ങിയിട്ടില്ല ഇതുവരെ. ഒന്ന് അന്വേഷണത്തിൽ ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ വന്നപ്പോഴാണ് ഇതിനകത്ത് എല്ലാവരും ഇറങ്ങുന്നത്. ഇതിനൊരു നടപടി എടുത്തേ പറ്റൂ. എന്ന് വെച്ചാൽ ഈ വേസ്റ്റ് ഇടുന്ന കാര്യങ്ങളും ഈ സർക്കാരിനകത്ത് ഒരു മുൻഗണന എടുത്തില്ലെങ്കിൽ ഇവിടെയുള്ള കുഞ്ഞുങ്ങളായാലും വലിയവരായാലും എല്ലാം കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അവരെല്ലാം പട്ടി കടിച്ച് തീരാനുള്ള അവസ്ഥയാവും. കുന്നിക്കോട് സ്വദേശി സത്യദാസിന് നായയുടെ കടിയേറ്റത് പട്ടാപ്പകൽ. ഞാൻ രാവിലെ കടയിലോട്ട് പോകുമായിരുന്നു. കടയിലോട്ട് പോയ സമയത്ത് പട്ടി റോഡ് സൈഡിൽ കിടക്കുമായിരുന്നു. ഞാൻ കയറി ചവിട്ടിയപ്പോൾ എന്നെ കയറി കടിച്ചത്. ഇല്ല, ഞാൻ കണ്ടില്ല. ഞാൻ ഫോൺ ചെയ്തുകൊണ്ട് പോയപ്പോൾ പട്ടി അവിടെ കിടക്കുന്ന ഞാൻ കണ്ടില്ല. കഴിഞ്ഞ വർഷം വിളക്കുടി പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മാത്രം 803 പേരാണ് പേവിഷബാധയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പെടുത്തത്. 7 വയസ്സുകാരിക്ക് നായയുടെ കടിയേറ്റതിനു പിന്നാലെ 28 പേർ ആന്റി റാബിസ് വാക്സിൻ സ്വീകരിച്ചു. 6 അംഗീകൃത അറവുശാലകൾക്ക് പുറമെ നിരവധി അനധികൃത കശാപ്പുശാലകൾ വിളക്കുടി പഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് തെരുവുനായ്ക്കൾ പെരുകാൻ പ്രധാന കാരണമെന്ന് പഞ്ചായത്ത് അധികൃതർ തന്നെ പറയുന്നു. ഈ പഞ്ചായത്തിലേക്കെല്ലാം വേണ്ടുന്ന ഇറച്ചിയുടെ വെട്ട് നടക്കുന്നത് വിളക്കുടി പഞ്ചായത്തിലാണ്. നമ്മുടെ അറിവില്ലാതെ എവിടെയെങ്കിലും വെട്ടുന്നുണ്ടെങ്കിൽ അവർ അടിയന്തരമായി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒരു ആവശ്യകത തന്നെയാണ്. അതുപോലെ തന്നെ ഈ പട്ടികൾ ഇപ്പം പെരുകി എല്ലാ ഭാഗത്തും ഈ പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗത്തും പട്ടികൾ പെരുകി നടക്കുന്ന ഒരു അവസ്ഥയാണ് വന്നത്. അപ്പോൾ അതിന് അടിയന്തരമായി നമ്മൾ ഇതുപോലെ മൊബൈൽ യൂണിറ്റ് കൊണ്ടുവന്ന് പട്ടികളെ വന്ധീകരണം ചെയ്യുക എന്നുള്ളതാണ് ഒരു നടപടി. നായയുടെ ആക്രമണത്തിനിരയായ 7 വയസ്സുകാരിയുടെ വീടിന് സമീപത്തെ പൂച്ചയ്ക്കും നായയുടെ കടിയേറ്റിരുന്നു. ഈ പൂച്ചയിലും അസ്വാഭാവികത പ്രകടമായി തുടങ്ങിയിട്ടുണ്ട്. കുന്നിക്കോട്ട് മനുഷ്യർക്കു പുറമെ മൃഗങ്ങളിലേക്കും പേവിഷബാധ പടരുകയാണ്. വന്ധ്യംകരണത്തിനപ്പുറം നായ്ക്കളെ പിടിച്ചുകെട്ടി മറ്റിടങ്ങളിലേക്ക് മാറ്റി നാട്ടുകാർക്ക് സുരക്ഷയൊരുക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ക്യാമറമാൻ രാജ്കിരണിനും അമൽ സുനിലാലിനുമൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. എന്നാലും അവിടുത്തെ ആൾക്കാർ മാത്രമല്ല, എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലായിടങ്ങളിലും ഇത്തരത്തിൽ തെരുവുനായ ആക്രമണമുണ്ട്. അതൊരു പതിവ് കാഴ്ചയായി മാറുന്നുണ്ട്. ഇപ്പോൾ ഈ മരണം സംഭവിക്കുമ്പോൾ മാത്രം അത് കൂടുതൽ ചർച്ചയാകുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ജയന്താർ പറയുന്നു, ആ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഈ ഭരണ സംവിധാനങ്ങളോട് തന്നെ വെറുപ്പ് തോന്നുന്നു എന്ന് ജയന്താർ പറയുന്നു. ഒപ്പം തന്നെ എല്ലാ പഞ്ചായത്തുകളും അവരുടെ ഉത്തരവാദിത്വം കാണിക്കുന്നില്ല എന്നതാണ് കാരണമെന്ന് ശ്രീജിയു പറയുന്നു. അങ്ങനെ ഒരുപാട് പേർ അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നു ഈ നമ്മുടെ ജീവനും സ്വത്തിനുമൊക്കെ സംരക്ഷണം നൽകുന്ന സർക്കാരാണ്, പക്ഷേ അവർ അത് ചെയ്യുന്നില്ല എന്ന കുറ്റപ്പെടുത്തലാണ് ഈ കമന്റ് ബോക്സിൽ നിറയെ കാണാൻ കഴിയുന്നത്. എന്നാൽ മോർണിംഗ് ന്യൂസിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.